അല്പം ആശ്വാസം തേടി ഗായത്രി പുഴയോരത്തെത്തുന്നവർക്ക് ദുരിതമായി ചീരക്കുഴി പാലത്തിലെ ഇരുട്ട്. പാലത്തിന് സമീപത്തെ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതോടെ പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലായിരിക്കുകയാണ്. കനത്ത ചൂടിനെ തുടർന്ന് സായാഹ്ന വേളകളിൽ നിരവധി പേരാണ് ഗായത്രി പുഴയോരത്തുള്ള ചീരക്കുഴി പാലത്തിൽ ഇളങ്കാറ്റേൽക്കുന്നതിനു വേണ്ടി എത്തിച്ചേരാറുള്ളത്. എന്നാൽ ഏറെ വൈകാതെ തന്നെ ഇവർ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. രാത്രിയായാൽ പ്രദേശം അന്ധകാരത്തിൽ അമരുന്നതിനാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നതിനാൽ തന്നെയാണ് പലരുടെയും നേരത്തെയുള്ള മടക്കം. എന്നാൽ ഇരുളിന്റെ മറവിൽ ചീരക്കുഴി പാലമാണ് അനാശ്വാസക്കാർക്ക് ആനന്ദം പകരുന്നത്. പഴഞ്ഞൂരിൽ നിന്നും തിരുവല്ലാമലയിലേക്കുള്ള പ്രധാന പാതയിൽ IHRD കോളേജിന് സമീപമുള്ള ചീരക്കുഴി പുതിയ പാലവും പഴയ പാലവും സമീപ പ്രദേശങ്ങളും രാത്രികാലങ്ങളിൽ ഇരുട്ടിലായിട്ട് ഏറെ നാളായി എന്നാണ് ജനം പറയുന്നത്. പാലത്തിന് സമീപത്തായി സ്ഥാപിച്ചിട്ടുള്ള മിനി ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനം നിലച്ചിട്ട് ഏറെ ദിവസങ്ങളായി. പഴഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് 2016-17 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് അണഞ്ഞതാണ് വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ വിനയായിട്ടുള്ളത്. ഇരു ദിശകളിലായി കടന്നുപോകുന്ന വാഹനങ്ങളുടെ വെളിച്ചമല്ലാതെ മറ്റൊരു വെട്ടവും പ്രദേശത്തില്ല. ഇതുമൂലം ഇരുട്ട് ഏവർക്കും അപകടഭീതി ഉൾപ്പെടെയുള്ള ഭയാശങ്കകൾ സമ്മാനിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ പഴയ പാലത്തിൽ ലഹരിയുടെ വിളയാട്ടമാണ് നടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്രമസമാധാന പാലകരായ പോലീസ് രാത്രികാലങ്ങളിൽ കൂടുതൽ പെട്രോളിംഗ് നടത്തണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. പ്രദേശവാസികളായ സുദേവൻ, മോഹനൻ എന്നിവർ ചീരക്കുഴി പാലത്തിനടുത്തുള്ള മിനി ഹൈമാസ്റ്റ് തെളിയാത്തത് മൂലം ഏവരും അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. വൈകുന്നേരമായാൽ വാഹനങ്ങളിൽ വന്നിട്ടാണ് പഴയ പാലത്തിൽ അനശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ അനശ്വാസ പ്രവർത്തനം നടക്കുന്നത് മൂലം പൊതുജനങ്ങൾക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. പഴയ പാലങ്ങളിലാണെങ്കിൽ രാത്രിയിൽ സാമൂഹിക വിരുദ്ധരുടെ അനശ്വാസ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ലൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് പോലീസുകാർക്കോ എക്സൈസുകാർക്കോ യാതൊരു വിധ നടപടികൾ എടുക്കുന്നതിനും ഒന്നും പറ്റുന്നില്ല. മിനി ഹൈമാസ്റ്റ് ലൈറ്റിന് താഴെ കാട് പിടിച്ച് കിടക്കുന്നത് മൂലം ഈ ഏജന്റുക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വർദ്ധിച്ചത് മൂലം പൊതുജനങ്ങൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് ഈ ഹൈമാസ്റ്റ് കത്തിക്കുന്നതിന് വേണ്ടിയ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. മിനി ഹൈമാസ്റ്റ് ലൈറ്റ് 3 മാസത്തിലധികമായി കത്തുന്നില്ല. ഇവിടെ ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണം. ഈ സ്ട്രീറ്റ് ലൈറ്റ് എത്രയും പെട്ടെന്ന് നന്നാക്കി തരുന്ന അപേക്ഷിക്കുന്നു. ഞാനൊരു പരിസരവാസിയാണ്. വൈകുന്നേരം ഒരുപാട് യാത്രക്കാർ വരുമ്പോൾ വണ്ടികളുടെ വെട്ടത്തിൽ മാത്രമാണ് ഇവിടെ അറിയുന്നത്. കുളിക്കാൻ ഒരുപാട് ആൾക്കാർ പണി മാറ്റി സമയങ്ങളിൽ ഇവിടെ വരുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ലൈറ്റ് ഇവിടെ പുനഃസ്ഥാപിക്കണമെന്ന് ഈ പരിസരവാസി എന്നുള്ള നിലയിൽ ഞാൻ അപേക്ഷിക്കുന്നു. ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് പ്രദേശത്തെ ലഹരിയുടെ വലയത്തിൽ നിന്ന് മോചിതരാക്കി വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നിത്യജീവിതം സുഗമമാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പ്രദേശത്തെ രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാതിരിക്കുന്ന സമയത്ത് പുഴയുടെ തീരമായതിനാൽ പാമ്പുകളും ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നതായി ജനം പറയുന്നുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഈ കത്താത്ത മിനി ഹൈമാസ്റ്റ് ലൈറ്റിന് താഴെ തന്നെയാണ് നിലകൊള്ളുന്നതും. അധികൃതർ വിഷയത്തിൽ കണ്ണടച്ചിരുട്ടാക്കാതെ മിഴിയടഞ്ഞ ലൈറ്റ് തെളിയിക്കുവാൻ ആവശ്യമായ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നാണ് പൊതുജനാഭിപ്രായമായി ഉയരുന്നത്.